എന്നെ ഏറ്റവും കൂടുതൽ പുളകിതനാക്കുന്നത് ഈ 7 ദിവസത്തിൻ്റെ ഇടയിൽ ഓരോ ദിവസവും 5000-6000 ആളുകൾ ജാതിമത ഭേദമന്യേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവാൻ. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലേ, ഒരു ചാൺ വയറ് അരച്ചാൺ വയറ്. ഈ ഭക്ഷണം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരാൾക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഇല്ല. 10 രൂപ കിട്ടുന്നവന് അത് എങ്ങനെങ്കിലും 100 രൂപയാക്കണമെന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും സഹസ്രമാകണമെന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിന് ഏത് ഊടുവഴികളിലൂടെയും അവൻ സഞ്ചരിക്കും, അല്ലേ? അതുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരിപ്പാട് പണ്ട് പാടിപ്പോയത്, ദശം കിട്ടുകിൽ അത് ശതമാകണമെന്നും ശതമായി കഴിഞ്ഞാൽ അത് സഹസ്രമാകണമെന്നും താല്പര്യപ്പെടുന്ന മനുഷ്യൻ. അപ്പം എന്താണ് അർത്ഥം? അർത്ഥം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം എന്ന ഒരു വാക്കിൻ്റെ ഒരർത്ഥം സമ്പത്ത്, സ്വത്ത് എന്നാണ്. മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ശേഷി ഇല്ലാത്തവന് പെട്ടെന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടാകാനുള്ള സാധ്യതകൾക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ അർദ്ധരാത്രിയിലും കുട പിടിക്കും, അല്ലേ? അപ്പം അർത്ഥം, അതുകൊണ്ടാണ് നമ്പൂതിരിപ്പാട് നമ്മളോട് പറഞ്ഞത്, അർത്ഥം എത്ര വളരെയുണ്ടായാലും അർത്ഥത്തെ കൊതിക്കുന്ന ഇത് എത്ര പേർ. അർത്ഥം അത് ലോകത്ത് ഇന്ന് അനർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അർത്ഥത്തിൻ്റെ പേരിലാണ്, സ്വത്തിൻ്റെ പേരിലാണ് ഈ തർക്ക വിതർക്കങ്ങൾ മുഴുവൻ ഇവിടെ രൂപപ്പെടുന്നത്. അത് മുഴുവൻ മുള പൊട്ടുന്നതും സ്വത്തിൻ്റെ പേരിലാണ്. അപ്പം മനുഷ്യൻ അങ്ങനെ താർക്കികനായി പോവാൻ അവിടെയാണ്. അപ്പം പൈസ കിട്ടിയാലും മനുഷ്യന് മതിയാകില്ല, അതുപോലെ തന്നെ വസ്ത്രം കിട്ടിയാലും മതിയാകില്ല. ഭൗതിക ജീവിതത്തിൻ്റെ ഉപാധികൾക്ക് ആവശ്യമായ മറ്റ് ഏത് സാമഗ്രികൾ കൊടുത്താലും എനിക്ക് മതി എന്ന് മനുഷ്യൻ പറയില്ല. ആകെ നമ്മൾ വെച്ചു നീട്ടി കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞ ഒരു വസ്തു ഈ പ്രപഞ്ചാണ്ട ഘടാകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആമാശയത്തെ നിറക്കാനുള്ള അരച്ചാൻ വയറിൻ്റെ അന്നമാണ്. അന്നം അത് എത്ര സുഭിക്ഷമാണെങ്കിലും, അത് എത്ര ഡെലീഷ്യസ് ആണെങ്കിലും, നമ്മളെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 2 കൈയും കാണിച്ചിട്ട് ആതിഥ്യ മര്യാദയോടുകൂടെ നമ്മളെ സൽക്കരിക്കുന്ന ദാതാവിനോട് സ്വീകർത്താവായ നമ്മൾ പറയാണ്, മതി, എനിക്കിനി തരല്ലേ, എന്നെ ഇനി ബുദ്ധിമുട്ടാക്കല്ലേ, എനിക്കിനി കഴിക്കാൻ കഴിയില്ല, ഞാൻ ക്ഷീണിതനാണ് എന്ന് മനുഷ്യൻ പറയാൻ, അല്ലേ? അപ്പൊ ഇവിടെയാണ്, ഇവിടെ അന്നം കൊടുക്കാൻ. അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക. അന്നം കൊടുക്കുക, വിരുന്നൂട്ടുക. ഇത് ലോകത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റാലിറ്റിയാണ്, ആതിഥ്യ മര്യാദയാണ്. ഇത്രയും ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സാധാരണക്കാരുടെ കരങ്ങളുണ്ട്. അത് അക്ഷീണം അവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പരന്നൊഴുകുന്ന ഒരു പാരാവാരമായി മാറുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു സാഗരം പോലെ, കാരുണ്യത്തിൻ്റെ ഒരു കടലല പോലെ, കരുതലിൻ്റെ ഒരു ആഴി പോലെ നമ്മളിങ്ങനെ ലോകത്ത് ഉത്ഥാനം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു സുഖമുണ്ട്. ഇങ്ങനെ കരുതലും കാണലും ഒക്കെ അറിഞ്ഞിട്ട് കണ്ടറിവോടുകൂടെ മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൽ ഒരു മനസ്സുഖമുണ്ട്. അതിവിടെ മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആധ്യാത്മികതയുടെ മോക്ഷം അകത്തേക്ക് കയറി ചെല്ലണം. അപ്പൊ പിന്നെ വീറുണ്ടാകൂല, അപ്പൊ പിന്നെ അഹന്തയുണ്ടാകില്ല, അപ്പൊ പിന്നെ സ്വാർത്ഥതയുണ്ടാകില്ല, അപ്പൊ പിന്നെ ഞാൻ എന്നൊരു അഭിനിവേശം ഉണ്ടാകില്ല. എല്ലാവരും നമ്മൾ എന്ന ഒരു കാന്തിയുടെ പദം മാത്രമല്ല, ആ ഒരു കാന്തിയുടെ ജീവിത ദർശനം കൂടി അവന് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു വാക്ക് ചൊല്ലു പറഞ്ഞത്, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, അല്ലേ? നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്കുള്ള സ്വർഗം പണിയുന്നതും നാഗം. സ്വർഗം നാഗമല്ല, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നേരത്തെ പറഞ്ഞു ഇവിടെ പരീക്ഷിത്ത് രാജാവിന് ധ്വംസനമേറ്റത് അത് നാഗമാണ്. അത് ഗാ ആണ്, മൃദുഗ ആണ്, അഥവാ നാഭി കൊണ്ട് ഗമിക്കുന്നത്. അങ്ങനെയാണ് സർപ്പത്തിന് നാഗം എന്നൊരു വാക്കുണ്ടായത്. സർപ്പത്തിന് പന്നകം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്തുകൊണ്ട്? പള്ള കൊണ്ട് ഗമിക്കുന്നതാണത്. ഇത് നാക്കമാണ്. നാക്കം. നാക്കം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അപ്പം നമുക്ക് സ്വർഗം ഉണ്ടാക്കുന്നതും നമുക്ക് നരകം പണിയുന്നതും നമ്മുടെ കർമ്മമാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇവിടെ ഒരു ലോജിക് പ്രവർത്തിക്കുന്നില്ല. There is no any logic in total universe. Only magic of miracle of God. അല്ലേ? ഇവിടെ എന്തോ ഒരു ദൈവികമായിരിക്കുന്ന മെസ്മറിസം പ്രവർത്തിക്കുന്നുണ്ട്. ലോജിക്കല്ല, യുക്തിസഹമല്ല.
അതുകൊണ്ടാണ് യുക്തിവാദങ്ങളൊക്കെ ലോകത്ത് മുളപൊട്ടുന്നത്. യുക്തിവാദികൾ പറയുന്ന എന്താണ്, ഇതങ്ങനെ തന്നെ ഉണ്ടായി, അത് അങ്ങനെ ഒരു ശക്തിയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ലോകത്ത് ആരെയും പേടിക്കണ്ട. ഒരു നിയമപാലകന്റെ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ അവനെ പേടിച്ച് മാത്രം ജീവിക്കാം. അവരുടെ കൂടി അഭാവത്തിലാണെങ്കിലോ എന്തും ചെയ്യാം. അപ്പൊ പിന്നെ നായകനില്ല പട നായപ്പട അല്ലേ? അപ്പൊ നമ്മളെ ഏതോ ഒരു ശക്തി ഭരിക്കുന്നു എന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്നാണ് മനുഷ്യന്റെ കരുതലുണ്ടായിത്തീരുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ അയൽവാസിക്ക് ഞാൻ വെച്ചു നീട്ടുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ ഭക്ഷണം കഴിക്കാത്ത ഏകോദര സഹോദരനെ പോലെ ഞാൻ കാണുന്ന, ജാതി പോലും മതം പോലും ഞാൻ ഏത് എന്ന് അവൻ്റേത് അന്വേഷിക്കാത്ത ഒരു മനുഷ്യൻ എന്ന മാത്രയിൽ അവനെ ഞാൻ കണ്ടെത്തുകയും അവനെ ഞാൻ സ്നേഹത്തിൻ്റെ അന്നമാകുന്ന വിരുന്നൂട്ട് നൽകിയിട്ട് ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനാകുന്ന മനുഷ്യനെ കാണുന്ന ഞാനൊരു മനുഷ്യനാകുന്നത് അല്ലേ? അപ്പം മനുഷ്യത്വത്തെ കണ്ടെത്തലാണ്. അല്ലാതെ ഒരുപാട് ബിരുദാനന്തര ബിരുദം എടുക്കുക, ഡിഗ്രികൾ എടുക്കുക, മോർ ഡിഗ്രീസ്, ബട്ട് ദർ ഈസ് നോ കോമൺ സെൻസ്. എന്താ കാര്യം? ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോമൺ സെൻസ് ഇല്ല. ഈ അടുത്താണ് ഏതോ ഒരു മലയാള ഭാഷയിൽ പ്രസിദ്ധീകൃതമായ ദിനപത്രത്തിൻ്റെ ഈ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് അത്തമ്പത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് മാവേലി മന്നൻ കടന്നു വരാൻ വലിയൊരു തൊപ്പിക്കോടയൊക്കെ ചൂടിയിട്ട് മാവേലി ഒരു വീട്ടിലേക്ക് വരുന്ന രംഗാണ് ആ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണിൻ്റെ അകത്തുള്ള ഇതിവൃത്തം. അങ്ങനെ മാവേലി കയറി വരുന്നുണ്ട്. മാവേലി കയറി വന്നിട്ട് മാവേലി കോളിംഗ് ബെല്ലടിക്കാൻ, പുതിയ കാലല്ലേ, കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല. അപ്പം മാവേലി നേരെ ലിവിംഗ് റൂമിലേക്ക് കയറി പോകുമ്പോൾ 5 കുട്ടികൾ, മക്കൾ, ആ വീട്ടിലെ 5 മക്കൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാവേലി വിഷണ്ണനായി, അദ്ദേഹം ആകെ വിഷാദചിത്തനായി. അപ്പം മാവേലി സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഒരാൾ യൂട്യൂബിലാണ്, ഒരാൾ ഫേസ്ബുക്കിലാണ്, ഒരാൾ ട്വിറ്ററിലാണ്, അടുത്ത ആൾ ഇൻസ്റ്റയിലാണ്. അപ്പോൾ ദുഃഖത്തോടുകൂടെ മാവേലി അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് തലപൊക്കിയിരുന്നുവെങ്കിൽ എനിക്ക് അടുത്ത വീട്ടിലേക്ക് എനിക്ക് ഓണാശംസ നേരാൻ വേണ്ടി പോകായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളിയുടെ പുതിയ കാലത്തെ ഒരു ചിത്രത്തിൻ്റെ മൂകസാക്ഷിയായിരുന്നു ആ കാർട്ടൂൺ. ലിസണിംഗ് ക്ലിനിക്ക് തുടങ്ങുന്ന കാലമാണ് പുതിയ ലോകം. ലിസണിംഗ് ക്ലിനിക്കുകളുടെ കാലമാണ്. കേൾക്കാൻ ആളില്ലാത്ത ലോകം. ഒരു വീട്ടിൽ മക്കളുണ്ട്, പക്ഷേ അമ്മയ്ക്ക് കേൾക്കാൻ സമയമില്ല, അച്ഛന് കേൾക്കാൻ സമയമില്ല, ഉപ്പയ്ക്ക് സമയമില്ല, ഉമ്മാക്ക് സമയമില്ല. കാരണം അവരൊക്കെ തന്നെ അവരവരുടെ ലോകത്താണ്. ഇങ്ങനെ ഒരു പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നമ്മളെ നാട് കടന്നു പോവാൻ. ഈ അടുത്ത് എൻ്റെ സുഹൃത്തായൊരു മലയാളി അമേരിക്ക സന്ദർശിച്ചു. അദ്ദേഹം അവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ രംഗം പറയുന്നുണ്ട്. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, മക്കൾ വരുന്നു. അങ്ങനെ മാതാവ് മാതാവിനുള്ളത് വാങ്ങുന്നു, പിതാവ് പിതാവിനുള്ളത് വാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അപ്പം ഒരു ടീനേജിലുള്ള ഒരു മോനുണ്ട്, മോൻ കടന്നു വന്നിട്ട് മോൻ ആവശ്യമുള്ളത് വാങ്ങുന്നു, അവൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്ത് അഭിരമിക്കുന്നു. ഒരു വാഹനത്തിൽ വന്നിറങ്ങിയവരാണ്, ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. പക്ഷേ മനസ്സുകൾക്ക് കാതങ്ങളുടെ അന്തരമായിരിക്കുന്ന ഒരു ലോകത്ത് ആ പാശ്ചാത്യവൽക്കരണങ്ങളെയൊക്കെ തൊടാതെ വിഴുങ്ങുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് അഭിനവ മലയാളി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുണ്ട്. പൂന്താനം നമ്പൂതിരിപ്പാട് ഞങ്ങളെ മലപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, 21-ാം നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നീ കവിതകൾ ബൃഹത്തായ സന്ദേശങ്ങളാണ് മലയാളിക്ക് പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മഹാകവിയാണ്. മഹാകാവ്യം എഴുതിയ തന്നെ മഹാകവിയാണ്. മഹാകവി അക്കിത്തം എന്നാണ് പറയാറുള്ളത്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനെ പറ്റി. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുന്നു ലൂരിക്കളഞ്ഞവൻ ഒത്തുവായി കൊണ്ടു ജപിക്കേണ്ടി വന്നുമേ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പാരായണം ചെയ്യുന്ന ഓത്തുവായി, അതാണ് വേദങ്ങൾ ഉച്ചരിക്കുന്ന വായാണ് ഓത്തുവായി. അങ്ങനെ ഓത്തുവായി കൊണ്ട് ജപിക്കേണ്ടി, വേദങ്ങൾ ജപിക്കേണ്ടി വന്ന ഓത്തുവായി കൊണ്ട് പിന്നെ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകളിൽപ്പെട്ടവർ തന്നെ ഉണ്ടും അങ്ങനെ തന്നെ കഴിച്ചും കൂടിയ ഒരു കാലഘട്ടം. അപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലായിടത്തും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിച്ചു, ഹൈന്ദവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ബുദ്ധ കുടുംബങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ പ്രാചീന കാലം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില ചിട്ടവട്ടങ്ങൾ, ഓരോന്നിനും ആചാരമര്യാദകൾ, രീതിശാസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് ധാർമ്മികതയിലും കണ്ടറിവുകളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്നു എന്നാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ 3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു പത്രത്തിലെ ഒരു വാർത്ത എന്നെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകൃതമാകുന്ന ഒരു മെഡിക്കൽ ജേണലാണ് ലാൻസെറ്റ്. ഈ അടുത്ത്
ഒരു പഠനം നടത്തി. 7 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കൊച്ചുകുട്ടികളുടെ രക്ഷിതാക്കളിലാണ് ഈ ഒരു കാനേഷുമാരി നടത്തിയത്. ആ കാനേഷുമാരിയുടെ ഈ ഒരു കണക്കെടുപ്പിൻ്റെ ഞെട്ടിപ്പിക്കുന്ന അനന്തര ഫലം ഈ ലാൻസെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിക്കാൻ, പുറത്തുവിടാൻ. അതിലവർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഈ പ്രായത്തിൽ, ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ 66% കുട്ടികളും ടെക് അഡിക്ഷനിലാണ്, ഇൻ്റർനെറ്റ് അടിമത്തത്തിലാണ്. അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, OTT പ്ലാറ്റ്ഫോമിൽ, ഗെയിം ആപ്പുകൾ, അങ്ങനെ ഉള്ള ഒരു വ്യവഹാരത്തിലാണ് അവരുള്ളത്. വ്യാപാരമെന്തു ഹനനനാം വനവേടനുണ്ടോ, വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. മലയാളത്തിൽ അങ്ങനെ ഒരു കവിതയില്ലേ? വ്യാപാരം അല്ലേ? ഈ സോഷ്യൽ മീഡിയയാകുന്ന, അല്ലെങ്കിൽ ലഹരിയാകുന്ന, അസമത്വമാകുന്ന, മിശ്രജീവിതമാകുന്ന, പരമ്പരാഗതമായി കുടുംബത്തിൽ നിന്ന് കിട്ടിപ്പോന്ന സംസ്കാരങ്ങളെ മുഴുവൻ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പുതിയ പുതിയ സംസ്കാരങ്ങളെ നമ്മളെ മക്കളും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അതാണ് ഈ സോഷ്യൽ മീഡിയ നേതൃത്വങ്ങൾക്ക് എന്ത് വ്യാപാരമെന്ത് ഹനനനാം വനവേടനുണ്ടോ. ഈ വ്യാപാരം പൊടിപൊടിക്കുമ്പോൾ ഹനനൻ, ഹനിക്കുന്നവൻ അല്ലേ? ലോകത്തെ ഹനിക്കാൻ വന്ന ഈ കാട്ടാളനാകുന്ന, നാരദനാകുന്ന ഈ വനവേടനുണ്ടോ? വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. വ്യാപന്നം, തൻ്റെ അസ്ത്രത്തിൻ്റെ, കണവലിക്കുമ്പോൾ പുറപ്പെടുന്ന തൻ്റെ അമ്പിൻ്റെ, അസ്ത്രത്തിൻ്റെ, തൻ്റെ ടൂളിൻ്റെ, തൻ്റെ മൂർച്ചയേറിയ വിഷം പുരട്ടിയ ആയുധത്തിൻ്റെ ഇര വ്യാപന്നം. ഈ വ്യാപാരം നടക്കുന്നത്, ഈ വ്യാപാരത്തിൻ്റെ ഇര, അതാണ് വ്യാപന്നം. അത് കഴുകൻ. കഴുകൻ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളത്വത്തിൻ്റെ പ്രതീകമാണ്. കബോധം എന്ന് പറഞ്ഞാലോ, കബോധം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, ആർദ്രതയുടെ പ്രതീകമാണ്, ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് UN പോലെയുള്ള വലിയ വലിയ ഐക്യരാഷ്ട്ര സംഘടനകൾ പോലെയുള്ള വലിയ വലിയ സംഘടനകളൊക്കെ തന്നെ ചില ചടങ്ങുകളെ ഉദ്ഘടിച്ച് ആനയിക്കുമ്പോൾ വെള്ളരിപ്രാവിനെ പറത്തിയിട്ട് തുടക്കം കുറിക്കുന്നത്. വെള്ളരിപ്രാവ് അത് തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്ത ഒരു ഒലീവ് ചില്ലയുണ്ട്. ഒലീവ്, UNOയുടെ പ്രസംഗ പീഠത്തിൻ്റെ പാർശ്വഭാഗത്ത് കൊത്തിവെച്ചത് 2 ഒലീവ് ചില്ലകളാണ്. ഒലീവ് സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. പ്രാവ് അത് സമാധാനത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്. ഉറുദു ഭാഷയിലും ഹിന്ദി ഭാഷയിലും കബോത്തർ എന്ന് പറയുന്ന, നമ്മളെ മലയാള ഭാഷയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്ത പേരുകളുള്ള കബോധം, കബോധി, ആൺപ്രാവ് കബോധം, പെൺപ്രാവ് കബോധി എന്ന് നമ്മൾ പറയുന്ന കബോധം അല്ലേ, പ്രാവ്. അപ്പം പ്രാവാവട്ടെ, അതുപോലെ തന്നെ കഴുകനാകട്ടെ, ആരായാലും കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയുടെ ഇര ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വാണിജ്യം അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുന്ന കുതൂഹലങ്ങളുടെ, കലഹങ്ങളുടെ, കോലാഹലങ്ങളുടെ, വിഹ്വലതകളുടെ ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വയസ്സായ ആളുകളെ നോക്കാൻ ആളില്ല. അവരോട് ആർദ്രമായൊരു വർത്തമാനം പറയാൻ ആർക്കൊന്നും കഴിയുന്നില്ല. 74 വയസ്സായ നമ്മുടെ അച്ചമ്മയോട്, അമ്മച്ചിയോട്, വലിയമ്മച്ചിയോട് നമ്മൾ പറയാണ്, വലിയമ്മച്ചി ഇങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ പറയാറില്ല. നിങ്ങൾ ഈ ആൾ കൂടുന്നിടത്ത്, ജനങ്ങൾ കൂടുന്നിടത്ത്, വീട്ടിൽ അതിഥികൾ വരുന്നിടത്ത് ഇങ്ങനെ പരിസരവും അതുപോലെ തന്നെ സാഹചര്യവും ഒന്നും പരിഗണിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് പുതിയ തലമുറക്ക് ദഹിക്കില്ല എന്ന് ആരാ പറയുന്നത്? പൗത്രൻ അല്ലെങ്കിൽ പൗത്രി അല്ലേ? പേരക്കുട്ടി പോയിട്ട് വല്യമ്മച്ചിയുടെ അടുത്ത് പറയാൻ. അപ്പോൾ ആ വല്യമ്മച്ചി എന്ത് ചെയ്യണം? 74 കൊല്ലം താൻ കണ്ടത്, അനുഭവിച്ചത്, പഠിച്ചത്, ശീലിച്ചത്, ചെയ്തത് ഒരൊറ്റ പേരക്കുട്ടിയാകുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ്റെ പ്രതീകമാകുന്ന ആ ഒരൊറ്റ പേരക്കിടാവിൻ്റെ ഡയലോഗിലൂടെ തൂത്തെറിയണം, തകർത്ത് തരിപ്പണാക്കണം. എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പം അത് ഡെമോളിഷ് ആവാൻ. പാവപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ അസ്തമാന സൂര്യനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിതാമഹനും പിതാമഹതിയും മാതൃമഹനും ഒക്കെ തന്നെ ഇങ്ങനെ വിഷണ്ണരായിട്ട് ഒരു തരം വിഷാദ രോഗത്തിലേക്ക് കടന്നു പോകാൻ. അവർ നോക്ക് നിങ്ങൾ, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ അവർക്ക് കൂട്ടിനുള്ളത്? ഒരു 17 വയസ്സുള്ള 25 വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നിഴലാട്ടം പോലും ഇല്ല. ഓക്കെ, ഞാൻ ഡീൽ ചെയ്തോളാം. അവൻ വാട്സപ്പ് തുറക്കാൻ, അവൻ ഫേസ്ബുക്ക് തുറക്കാൻ, അവൻ ഡാറ്റ ഓൺ ചെയ്യാൻ, അവന് സമയം പോയത് അറിയുന്നില്ല.
പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ല. വല്യമ്മച്ചിയുടെ മുമ്പിൽ പോയിട്ട് വർത്തമാനം പറയാൻ, കുശലം പറയാൻ, നേരം പോക്കിന് മക്കളൊക്കെ ഘോഷയാത്ര പോലെ ക്യൂ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെ വൃദ്ധസദനത്തിൽ അവർ എന്നോ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. അത് നമ്മുടെ വീട് തന്നെയാണ്. നമ്മളവരെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അടച്ചിട്ട റൂമിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും? പക്ഷേ ആ റൂമിനെ അടച്ചത് പുറത്തു നിന്ന് ഒരാളാണെങ്കിൽ ഒരു നിമിഷം പോലും ആ റൂമിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെ വയോവൃദ്ധരായിരിക്കുന്ന വയോജനങ്ങളുടെ മനോഹരമായിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിൻ്റെ ഗരിമയെ നഷ്ടപ്പെടുത്തിയത്, അവരെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് പുറത്തു നിന്ന് ആരോ വാതിൽ പൂട്ടിയിട്ടാണ്. അതാരാണ്? നമ്മുടെ ജീവിത സാഹചര്യമാണ്. ഞാൻ ഈ അടുത്ത് ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു പത്രദ്വാര ആ പത്രത്തിൻ്റെ ഒരു പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം. ഒരു റെയിൽവേ സ്റ്റേഷനാണ്, രംഗവേദി. അതിനകത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ തിരക്കോടെ നടന്നു പോകുന്നു, യാത്രക്കാർ. അവിടെ അതിൻ്റെ പാർശ്വഭാഗത്ത് ഒരു തെരുവ് നായ അങ്ങനെ കിടന്നുറങ്ങുന്നു. ആ തെരുവ് നായയുടെ ഓരം ചാരി തൊട്ടടുത്ത് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ കിടന്നുറങ്ങുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട്. അത് സ്തോഭവും ഹൃദയജനഭേദകവുമാണ്. എന്തായിരുന്നു അടിക്കുറിപ്പ് അറിയോ? ഒന്നുമല്ല, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. ഈ വയോവൃദ്ധം പറയാൻ, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. നമുക്കുള്ള പണിയെടുക്കുന്നത് നമ്മളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉറുദു ഭാഷയിൽ ഒരു മനോഹരമായ ഷിയർ കവിതയുണ്ട്. അതിങ്ങനെയാണ്: അമൽ സേ ജിന്ദഗി ബൻതി ഹേ, അമൽ സേ ജിന്ദഗി ബൻതി ഹേ, ജന്നത്ത് ബി ജഹന്നം ബി, വഹാ കി അപ്നി ഫിത്രത്ത് മേ न नारी है न नूरी है, अमल से जिंदगी बनती है. हमारी जिंदगी हम अपने ही अमल से बनाते हैं. परों के अमल से एक आदमी को जन्नत हरगिज नहीं पाते हैं. വേറൊരാൾ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് നമുക്കാർക്കും സ്വർഗസ്ഥനാവാൻ കഴിയില്ല. വേറൊരാൾ അപരാധം ചെയ്തതിൻ്റെ പേരിൽ നമ്മളാരും നരകസ്ഥനും ആവില്ല. അതാണ് അമൽ സേ ജിന്ദഗി ബൻതി ഹേ ജന്നത്ത് ബി ജഹന്നം ബി. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളെ അധ്വാനം, നമ്മളെ പണി, നമ്മൾ എടുക്കുന്ന അശ്രാന്ത പരിശ്രമങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ക്രയവിക്രയങ്ങൾ, അതാണ് സ്വർഗവും നരകവും നമുക്ക് തരണം എന്ന് തീരുമാനിക്കുന്നത്. വഹാക്കി അപ്പിനി ഫിത്രത്ത് മേ. നമ്മൾ ആരാണ്? നമ്മൾ മണ്ണാണ്. നമ്മൾ മണ്ണായവനാണ്. നാരി ഹേ നൂരി ഹേ. നമ്മൾ നാറിൻ്റെയും നൂറിൻ്റെയും ആളല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പുണ്ട്രമോ പൂണനൂൽ താനോ. കുമാരനാശാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പുണ്ട്രമോ പൂണനൂൽ താനോ, ശിഖാശണ്ഡമോ ജന്മമതാനോ. അല്ലേ? നമ്മളെ തരം തിരിക്കുന്നത് ഒന്നുമല്ല. അതുകൊണ്ട് പണിയെടുക്കുക, നമ്മൾ അധ്വാനിക്കുക, സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക. ഈ അടുത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് കാങ് എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ്. അവരൊരു യുവതിയാണ്, അല്ലെങ്കിൽ യുവത്വം വിട്ട് മധ്യവയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹിത്യകാരിയാണ്. അവരുടെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തിയ ഒരു ജനതയുടെ നേരെ തിരിച്ചു പിടിച്ചിരുന്ന ഒരു മനോഹരമായ ടോർച്ചായിരുന്നു അവരുടെ തൂലിക. അതുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടയുന്ന, ബിഹൈൻഡ് ദി കർട്ടൻ, തിരശീലയുടെ അപ്പുറത്ത് നരകയാതന സഹിച്ചു കൊണ്ടിരിക്കുന്ന, അബ്രപാളിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ജനതയുടെ ജീവിതത്തെ തൂലിക ചലിപ്പിച്ച് ഒരു ആവിഷ്കാരം പോലെ ഹാങ് കാങ് എന്ന് പറയുന്ന ദക്ഷിണ കൊറിയയിലെ എഴുത്തുകാരി ലോകത്തിൻ്റെ അബ്രപാളികളിലേക്ക് ആ ഓരോ അക്ഷരങ്ങൾക്കും നിറം പകർന്ന് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അവരെ നോബൽ പ്രൈസ് തേടി വരികയുണ്ടായി. അതിൽ മുഴുവൻ അവശത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ഛായാചിത്രങ്ങളെയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് വളരെ രമ്യതയോടുകൂടെ പരാവർത്തനം നടത്തുന്നത് അവര്. അപ്പൊ നമുക്ക് അതിലൊക്കെ ഒരു പരിഹാര മാർഗങ്ങളുണ്ട്. ഈ
പ്രകൃതിയിൽ നിന്ന് പച്ചപ്പ് നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരി നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് പശിമ നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. നമ്മുടെയൊക്കെ ഇത്ര പോകുന്ന ഹൃദയത്തിൽ നിന്ന് ആർദ്രത നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. അങ്ങനെ നമ്മളൊരു സ്റ്റാച്യു പോലെ, ഒരു മനുഷ്യന്റെ പ്രതിരൂപം പോലെ, ഒരു കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ശിലാരൂപം പോലെ നമ്മളങ്ങനെ ജീവിക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മാത്രയിൽ നമ്മളങ്ങനെ ജീവിക്കുന്നു. അവിടെയാണ് ആധ്യാത്മികതയുടെ കിരണങ്ങൾ അന്തരാളത്തിലേക്ക് ഇങ്ങനെ ഓളം പോലെ ഒഴുകിയെത്തുമ്പോൾ ഒരു ചിരി പ്രത്യക്ഷപ്പെടാൻ. എൻ്റെ അകത്ത് ഈ ദീപത്തിൻ്റെ ഒരു പ്രകാശം എത്തിയപ്പോഴാണ് മുഖത്ത് ഒരു പുഞ്ചിരിയാകുന്ന ദീപം ജ്വലിച്ചത്. അപ്പം അകത്തെ ദീപമാണ് പുറത്തെ ദീപം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകണം. ഈ അടുത്ത് ഞാൻ ഒരു 16 വയസ്സുകാരനായ ഒരു കുമാരൻ്റെ, ഒരു കൗമാരക്കാരൻ്റെ ഒരു കവിത ഫേസ്ബുക്കിലൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു കവിത വായിക്കാനിടയായി. അവൻ ഇങ്ങനെ പറയാതെ പറഞ്ഞു പോവാൻ, പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. ഒരു മുസ്ലിം കുട്ടിയാണവൻ, അതുകൊണ്ട് പള്ളിക്കാട് എന്നവൻ പറഞ്ഞു. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. അപ്പം അവൻ്റെ വീട് ഒരു ഖബർസ്ഥാനിൻ്റെ, ശ്മശാനത്തിൻ്റെ, സെമിത്തേരിയുടെ ഒരു പാർശ്വഭാഗത്താണ്. ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്ന് അവൻ്റെ ജാലകപ്പാളി ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ മരിച്ചു പോകുന്നവരെയും കാണാൻ അവന് കഴിയുന്നതാണ്. അതാണ് അവൻ്റെ കവിതയുടെ ഇതിവൃത്തം. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. ദിവസവും പല ഖബറുകൾ അവിടേക്ക് വിരുന്നു വരും. ഓരോ മരിച്ച ആളുകളെ, ഭൗതിക ശരീരങ്ങളെ ബന്ധുമിത്രാദികൾ കൊണ്ടുവരും എന്നല്ല അവൻ പ്രയോഗിച്ചത്. ഓരോ ദിവസവും അവിടേക്ക് പല ഖബറുകൾ വിരുന്നു വരും. വൃദ്ധൻ്റേത്, കുട്ടിയുടേത്, പുരുഷൻ്റേത്, സ്ത്രീയുടേത്, പണ്ഡിതൻ്റേത്, പാമരൻ്റേത്, ഉന്നതൻ്റേത്, അധസ്ഥിതൻ്റേത്, അവർണൻ്റേത്, സ്വവർണൻ്റേത്, സവർണൻ്റേത്. ഒടുക്കം ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. പക്ഷേ ആ ഖബറു കാണാൻ ഞാൻ മാത്രമില്ലായിരുന്നു. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. ആ കവിത വായിച്ച ആൾക്ക് അറിയാതെ ബോധ്യപ്പെടുകയാണ്, അന്ന് മരിച്ചത് അവനാണ്. ആര്? ഈ 16കാരനാണ് അന്ന് മരിച്ചത്. അതാണ് അവൻ പറയാതെ പറയുന്നത്. ഞാനാണെന്ന് മരിച്ചത് എന്നാണ് ആ കുട്ടി പറയാതെ പറയുന്നത്. അവന്റെ സമപ്രായക്കാരായ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന സമാന ചിന്താഗതിക്കാരും സമപ്രായക്കാരുമായിരിക്കുന്ന കുട്ടികൾക്ക് ആ 16കാരൻ നൽകിയ ഒരു ശക്തമായ ബോധമുണ്ട്. എന്താണ്? ജീവിക്കുന്ന കാലത്ത് പരസഹായിയായി ജീവിക്കുകയും മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിക്കുകയും ചെയ്യുക. അല്ലേ? ചില ആളുകൾ അങ്ങനെയാണ്. ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. മറ്റു ചില ആളുകൾ നമുക്കിടയിൽ വേറെ രീതിയിലാണ്. അതെങ്ങനെയാണ്? മരിച്ചു കഴിഞ്ഞാലും അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും. 2 രൂപമാണ് മനുഷ്യൻ. ജീവിച്ചുകൊണ്ടിരിക്കെ മരിക്കുന്നവരുണ്ട്. അവരെവിടെയും പ്രത്യക്ഷപ്പെടൂല. ഒരു പൊതുരംഗത്ത് അവരുണ്ടാകില്ല, ഒരു ചാരിറ്റിയിൽ അവരുണ്ടാകില്ല, ഒരു കിഡ്നി രോഗി ഡയാലിസിസ് ചെയ്യുന്ന വാർത്ത അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല, ഒരു ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കുന്നിടത്ത് അവരുടെ വിയർപ്പിന്റെ ഒരു കണികയുടെ ലാഞ്ചന പോലും കുടികൊള്ളുന്നുണ്ടാകില്ല. അങ്ങനെ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ ജന്മങ്ങൾ ഇവിടെയുണ്ട്. എന്നാലോ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. രത്തൻ ടാറ്റ, അദ്ദേഹം ഒരു പാഴ്സി മതക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ അളവുകോലിലോ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസധാരയുടെ അളവുകോലിലോ അല്ല ഇന്ന് 135 കോടിയിൽ പരം വരുന്ന ഭാരതീയനും അതിൻ്റെ അപ്പുറം വരുന്ന ലോകത്തെ മറ്റുള്ള മനസാക്ഷിയുള്ള മനുഷ്യരും അദ്ദേഹത്തെ വായിക്കുന്നത്. ഹു ഈസ് രത്തൻ ടാറ്റ? ആരായിരുന്നു അദ്ദേഹം എന്ന് വായിക്കാൻ, അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മുംബൈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛൻ ബൈക്ക് ഓടിക്കുന്നു, നടുവിൽ കൊച്ചു കിടാവിരിക്കുന്നു, പിന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ കിടാവിന്റെ അമ്മ ഇരിക്കുന്നു. വെയിലത്ത് വിയർത്തൊലിച്ചിട്ട് മുംബൈയുടെ ഒരു നഗരവീതിയിലൂടെ അവർ പോകുമ്പോൾ നടന്നു പോകുന്ന രത്തൻ ടാറ്റ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഈ പാഴ് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്കും നമുക്ക് അവരുടെ സ്വപ്നങ്ങളെ ഒന്ന് നെയ്ത് കൊടുക്കണ്ടേ? അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ വിളിച്ചിട്ട് പറയാണ്, പാവപ്പെട്ടവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെയിൽ കൊള്ളാത്ത, മഴ കൊള്ളാത്ത ഒരു കാറ്, ഒരു കൊച്ചു വാഹനം നമുക്ക് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൂടാ? ആ സ്വപ്നത്തിൽ നിന്ന് പിറന്നതാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കടന്നുപോയ അന്നത്തെ 1 ലക്ഷം രൂപയുടെ നാനോ കാർ എന്ന് പറയുന്നത്. അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തല്ല, പിന്നെ അരുപറ്റി നിൽക്കുന്ന ജന്മങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആർദ്രതയുടെ കണികയാണ് ആ വാഹനത്തിന്റെ ഇന്ധനം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ. അമേരിക്കയിൽ അദ്ദേഹത്തിന് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം അമേരിക്കയിൽ പോയി തൻ്റെ സ്വന്തം പേരിലുള്ള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അമേരിക്കക്കാരായിരിക്കുന്ന ആ ഹോട്ടലിലെ ജീവനക്കാർക്ക് സാക്ഷാൽ മുതലാളിയാണ് ഭക്ഷണത്തിന് വേണ്ടി വന്നു കയറിയത് എന്നറിയില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെക്രട്ടറി
ഹോട്ടലിലെ ജീവനക്കാരോട് ഇത് മുതലാളിയാണ് എന്ന് പരിചയപ്പെടുത്താൻ എണീറ്റ് നിൽക്കുമ്പോൾ സാഹസപ്പെട്ട് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ രത്തൻ ടാറ്റ ആജ്ഞാപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്ന് പറയരുത്. അപ്പൊ അവർക്ക് എന്നെ വിരുന്നൂട്ടുമ്പോ മനസാക്ഷി കുത്തുണ്ടാകും. സൂക്ഷ്മതയോടുകൂടെ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോ അവർക്ക് അതിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും. വേണ്ട, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. തടയാണ് അദ്ദേഹം. 3 ദിവസമാണ് അദ്ദേഹം ആ ഹോട്ടലിൽ പോയിട്ട് ഭോജനം ഭുജിച്ചിട്ട് ആത്മനിർവൃതിയോടുകൂടെ തിരിച്ചു വന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജീവനക്കാർക്ക് ഇത് ബോധ്യപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ അളവിലും അല്ലേ, ശന്തനു നായിഡു എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മെയിലേക്ക് ഡൽഹിയിൽ നിന്ന് രത്തൻ ടാറ്റയ്ക്ക് തെരുവ് ജീവികൾ, നായയും പട്ടിയും പൂച്ചയുമാകുന്ന തെരുവ് ജീവികൾക്ക് ഭക്ഷണമില്ലാതെ വിശന്നിട്ട് ശരീരത്തിൽ വ്രണം ബാധിച്ചിട്ട് അവയെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ സംരക്ഷിക്കാനോ ഇവിടെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് എനിക്കതൊന്ന് തുടക്കം കുറിക്കണം എന്ന് താല്പര്യമുണ്ട് എന്ന് 20 വയസ്സുള്ള ഒരു ശന്തനു നായിഡു മെയിൽ അയക്കുമ്പോൾ ആ മെയിൽ സ്വീകരിച്ച രത്തൻ ടാറ്റ അടുത്ത ദിവസം ശന്തനു നായിഡുവിനോട് മുംബൈയിലെത്താൻ ആജ്ഞാപിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ കുട്ടി എത്തുന്നു. എത്തിയ മുറക്ക് അവന്റെ കാര്യങ്ങൾ അദ്ദേഹം സശ്രദ്ധം ഗ്രഹിക്കുന്നു. അത് ഗ്രാഹ്യമാണ്, അത് ഗ്രഹിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവനെ സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ആസനസ്ഥനാക്കുന്നു, ആരൂഢനാക്കുന്നു. ഇന്ന് 30 വയസ്സാണ് ശന്തനു നായിഡുവിന്. അവന്റെ ഓരോ റീൽസും ഞാൻ യൂട്യൂബിലൂടെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം കണ്ടന്റുള്ള വർത്തമാനങ്ങളാണ്. എല്ലാം അങ്ങനെയാണ്, കരുതലുള്ള വർത്തമാനങ്ങളാണ്. ഒരു മനുഷ്യന്റെ അരുപറ്റി നിന്നപ്പോൾ കിട്ടിയതാണ്. അതേ അങ്ങനെ മരിച്ചു പോവാൻ. സ്വന്തം സമ്പത്തിന്റെ 60% പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി മരിക്കുന്നതിന്റെ മുൻപ് തന്നെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ട് നക്ഷത്രങ്ങളെ പ്രണയിച്ച് മഴയെ കിനാവ് കണ്ടിട്ട് മൗനിയായിട്ട് മന്ദസ്മിതം തൂകി നടന്നുപോയൊരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്നും എൻ്റെ ഈ വാക്കിലൂടെ ഈ സദസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരശതം വാക്കുകളിലൂടെ പരസഹസ്രം സദസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ചിരഞ്ജീവിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ കർമ്മങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറുദു കവിതയുടെ സാരം. അമൽ സേ ജിന്ദഗി ബൻതി ഹേ. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത്. എനിക്കും നിങ്ങൾക്കും സ്വർഗം നൽകുന്നത് നമ്മുടെ നല്ല നിഷ്കളങ്ക മനോഭാവത്തോടെ നല്ല നീയത്തോടു കൂടെയുള്ള സ്വാലിഹായ അമലുകളാണ്, നല്ല കർമ്മങ്ങളാണ്. അതാണ് സച്ചരിതമായ കർമ്മങ്ങൾ. അറബി ഭാഷയിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സച്ചരിതമായ കർമ്മങ്ങൾ. അപ്പൊ സമ്പത്തിനെ അങ്ങനെയും വിനിമയം ചെയ്യാമെന്ന് മുംബൈയുടെ നടുത്തട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതേ മുംബൈയിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയായ മുകേഷ് അംബാനി തന്റെ മകനായ ആനന്ദിന്റെയും രാധിക മെർച്ചന്റിന്റെയും കല്യാണം നടത്തിയത് അല്ലേ? 200 പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളാണ് സ്വന്തം മകന്റെ കല്യാണത്തിന് വേണ്ടി ഒരു മുതലാളി വാടകക്കെടുത്തത്. 200 ജെറ്റ് വിമാനങ്ങൾ വാടകക്കെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അവരുടെ തറവാട് കുടുംബ നാടായിരിക്കുന്ന ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് ഒരു പ്രീ വെഡിങ് മാരിറ്റൽ ഫംഗ്ഷൻ നടക്കുക. അതിന് 1200 കോടി രൂപ ചെലവായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുംബൈയിലേക്ക് തിരിച്ചു വരാൻ മുംബൈയിലെ ബാന്ദ്രയിലെ കുർളയിലെ ജിയോ വേൾഡ് സെന്ററിൽ വെച്ച് നടന്നിട്ട് വലിയൊരു കല്യാണത്തിന്റെ പ്രീ വെഡിങ് മഹാമഹം നടക്കുകയാണ്. ആരാ അതിലേക്ക് പാട്ടുപാടാൻ വരുന്നത്? ലോക പോപ്പ് സംഗീതജ്ഞയായ റിഹാനയാണ്. റിഹാന 40 മിനിറ്റ് പാട്ടുപാടിയതിന് 46 കോടി രൂപയാണ് വാങ്ങിക്കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റലിയിലേക്ക് പോവാൻ. ഇറ്റലിയിൽ പറക്കുന്ന ഒരു പാരഡൈസ് പോലെയുള്ള ഒരു കപ്പലുണ്ട്. ആ മനോഹരമായ കപ്പലിന്റെ അടുത്ത പരിപാടി നടക്കാൻ കാറ്റി പെറിയാണ് കടന്നു വരുന്നത്. ആരാ കാറ്റി പെറി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ചർച്ചുകളിൽ നിന്ന് ഗാനം തുടങ്ങിയിട്ട് ഇന്ന് ലോകത്ത് കോടികൾ വില പറയുന്ന സംഗീതജ്ഞയാണ്, അമേരിക്കക്കാരിയാണ് കാറ്റി പെറി. കാറ്റി പെറിക്ക് 48 കോടി രൂപയാണ് കൊടുത്തത്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ മുംബൈയിലേക്ക് വരികയാണ്. ജിയോ വേൾഡ് സെന്ററിൽ വെച്ചിട്ട് സംഗീത ഉത്സവ് എന്ന് പറയുന്ന ഒരു പരിപാടി വേറെ നടക്കുകയാണ്. ആരാ വന്നത്? ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ലോകത്തെ യുവത്വത്തിന്റെ സിരകളിലൂടെ ത്രസിച്ചു കൊണ്ടിരിക്കുന്ന ആവേശം, അവനാ വന്നത്. എന്താ ജസ്റ്റിൻ ബീബർ 42 മിനിറ്റ് പാട്ടുപാടിയതിന് ജസ്റ്റിൻ ബീബറിന്റെ അക്കൗണ്ടിലേക്ക് അംബാനിക്ക് കൊടുക്കേണ്ടി വന്നത് 87 കോടി രൂപയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ്
പിന്നെന്താ ഉണ്ടാകുന്നത്? പിന്നെ മംഗൾ ഉത്സവമാണ്. മംഗൾ ഉത്സവ് അല്ലേ? അമീർ ഖാനും പിന്നെ സൽമാൻ ഖാനും ഷാറൂഖ് ഖാൻ അടക്കമുള്ള ലോകത്തെ ബോളിവുഡിലെ താരരാജാക്കന്മാർ പങ്കെടുക്കുന്നു. ഒരാൾക്ക് 20 കോടി രൂപയുടെ വാച്ചാണ് അമ്മാണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, രാജ്യത്ത് ജീവിക്കുന്ന പരശതം വരുന്ന ദരിദ്ര നാരായണന്റെ വറച്ചട്ടിയിലേക്ക് ഈ നയാ പൈസയുടെ തുട്ട് നാണയങ്ങളുടെ ഒരു അംശം എത്തുന്നില്ല. ഈ 2 ദർശനങ്ങളും ഞാനും നിങ്ങളും ഈ വർഷം തന്നെ കണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്, നമ്മുടെ മുംബൈ എന്ന് പറയുന്ന നഗരത്തിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വ്യാപന്ന മധു കഴുകനെന്നും കപോതമെന്നും ജീവിക്കുന്നത് ചില അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ്.